കോഴിക്കോട്ടേക്ക് നമ്മളൊന്ന് പോവുകയാണ്. ഇവിടെ കൊല്ലകൽ ദേശീയപാതയിൽ താമരശ്ശേരിക്ക് സമീപം കൂറ്റൻ മരം റോഡിലേക്ക് കടപുഴകി വീണിട്ടുണ്ട്. സ്വകാര്യ വ്യക്തിയുടെ പറമ്പിലെ കൂറ്റൻ മരമാണ് ഇത്തരത്തിൽ കടപുഴകിയത്. 2 മണിക്കൂറോളം ദേശീയപാതയിൽ ഗതാഗതം പൂർണ്ണമായും സ്തംഭിച്ചിരുന്നു. ഫയർഫോഴ്സും പോലീസും നാട്ടുകാരും സന്നദ്ധ പ്രവർത്തകരും ചേർന്നാണ് മരം മുറിച്ചു മാറ്റിയത്. ശരത് എത്തിയിട്ടുണ്ട് വിശദാംശങ്ങളുമായി. ശരത്ത്, അപകടമൊന്നും സംഭവിച്ചില്ലല്ലോ അല്ലേ? കീർത്തന, അതായത് ഇന്നലെ രാത്രിയാണ് ഈ സംഭവം നടക്കുന്നത്. താമരശ്ശേരിക്ക് സമീപം വാവാട് സ്വകാര്യ വ്യക്തിയുടെ പറമ്പിലെ കൂറ്റൻ മരമാണ് ഇത്തരത്തിൽ റോഡിലേക്ക് കടപുഴകിയത്. ആ സമയത്തൊരു ബൈക്ക് യാത്രികൻ അതുവഴി പോയിരുന്നു. തലനാരിയൊക്കെയാണ് ബൈക്ക് യാത്രികൻ രക്ഷപ്പെട്ടത് എന്ന് വേണം പറയാൻ. കൊടുവള്ളിയിൽ നിന്ന് താമരശ്ശേരി ഭാഗത്തേക്ക് പോവുകയായിരുന്നു ബൈക്ക് യാത്രികൻ. ആ സമയത്ത് അദ്ദേഹം പോയി തൊട്ടു പിന്നാലെയാണ് മരം ഇത്തരത്തിൽ നിലംപതിക്കുന്ന സാഹചര്യം ഉണ്ടായത്. എന്തായാലും ഈ മരം വീണതിന് പിന്നാലെ 2 മണിക്കൂറോളം ഈ ഭാഗത്ത് ഗതാഗതം പൂർണ്ണമായും സ്തംഭിക്കുന്ന സാഹചര്യം കൂടി ഉണ്ടായി. കൂറ്റൻ മരമായതുകൊണ്ട് തന്നെ ഒരു ഭാഗത്തുകൂടെ പോലും വാഹനങ്ങൾക്ക് കടന്നു പോകാൻ കഴിയുന്ന സാഹചര്യമായിരുന്നില്ല. പിന്നീട് നരിക്കുനിയിൽ നിന്ന് ഫയർഫോഴ്സും ഒപ്പം താമരശ്ശേരി കൊടുവള്ളി സ്റ്റേഷനുകളിലെ പോലീസ് ഉദ്യോഗസ്ഥരും സന്നദ്ധ പ്രവർത്തകരും യാത്രക്കാരും ഒക്കെ ചേർന്നാണ് ഈ മരം ഇവിടെ നിന്ന് മുറിച്ചു മാറ്റിയിട്ടുള്ളത്. 2 മണിക്കൂറോളം കഴിഞ്ഞ ശേഷമാണ് പൂർണ്ണമായും ഗതാഗതം പോലും പുനഃസ്ഥാപിക്കാൻ വേണ്ടി സാധിച്ചിട്ടുള്ളത്. നിലവിലെന്തായാലും പ്രതിസന്ധിയില്ല, ഗതാഗതം പുനഃസ്ഥാപിക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. പക്ഷേ ഈ മേഖലയിൽ ഇത്തരത്തിൽ മരങ്ങളടക്കം വീഴുന്ന സാഹചര്യമുണ്ടായാൽ ഉടൻ തന്നെ മാറ്റാൻ വേണ്ടി ഫയർഫോഴ്സ് സംവിധാനം തൊട്ടടുത്തില്ല എന്നുള്ള പ്രതിസന്ധിയാണ് നാട്ടുകാർ മുന്നോട്ട് വെക്കുന്നത്. കാരണം നരിക്കുനിയിൽ നിന്നോ അല്ലെങ്കിൽ മുക്കത്തു നിന്നോ ഒക്കെ തന്നെ ഫയർഫോഴ്സ് എത്തണം. ഈ കൽപ്പറ്റയ്ക്കും കോഴിക്കോടിനും ഇടയിൽ 70 കിലോമീറ്ററോളം ദൂരത്തിൽ തൊട്ടടുത്ത് ഫയർഫോഴ്സ് ഇല്ലാത്തത് വലിയ പ്രതിസന്ധിയാണ്. പ്രത്യേകിച്ച് മഴക്കാലത്തടക്കം വലിയ പ്രതിസന്ധിയായി നാട്ടുകാർ മുന്നോട്ട് വെക്കുന്നുണ്ട്. അങ്ങനെ നരിക്കുനിയിൽ നിന്നടക്കം ഫയർഫോഴ്സ് എത്തിയാണ് ഇത്തരത്തിലുള്ള പ്രതിസന്ധികൾ പലപ്പോഴും പരിഹരിക്കുന്നത്. അങ്ങനെയാണ് ഇന്നലെയും ഈ പ്രതിസന്ധി പരിഹരിച്ചിട്ടുള്ളത്. നിലവിലെന്തായാലും ഈ മരം മുറിച്ചു മാറ്റിയിട്ടുണ്ട്. താമരശ്ശേരി മേഖലയിൽ പൊതുവിൽ മഴയ്ക്കും കുറവ് വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ മറ്റു പ്രതിസന്ധി നിലവിലില്ല. ശരി, ശരത് എസ് ആണ് വിവരങ്ങൾ നൽകി. Meet the editors.